ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവ്യേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, കളിക്കുളം, തൃശ്ശൂർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കൈവിഷ ദോഷത്തെക്കുറിച്ചാണ്. കൈവിഷബാധ, കൈവിഷ ദോഷം അഥവാ കൈവിഷബാധ ഇന്നും നിലവിലുള്ള ഒരു മാന്ത്രിക പ്രയോഗമാണ് കൈവിഷം കൊടുക്കുക എന്നത്. വശീകരണം, അടിമപ്പെടുത്തൽ, ധനലാഭം, ദ്രോഹിക്കുവാൻ, സ്വന്തമാക്കുവാൻ എന്നീ ഉദ്ദേശത്തോടെ രഹസ്യമായി കൈവിഷം ആഹാരത്തിൽ ചേർത്ത് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് കൈവിഷം കൊടുക്കുക എന്ന് പറയുന്നത്. കൈവിഷം ഒരാളുടെ ശരീരത്തിൽ ഏറ്റാൽ അത് കാലങ്ങളോളം ദഹിക്കാതെ വയറ്റിൽ കിടക്കും. കൈവിഷം ഏറ്റ ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും വലിയ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ, അതല്ലെങ്കിൽ അയാളെ ശാരീരികമായി തളർത്താനും അയാളുടെ തൊഴിൽ, വരുമാനം എന്നിവ ഇല്ലാതാക്കുവാനും വേണ്ടി ശത്രുക്കൾ ചെയ്യുന്ന ആഭിചാര കർമ്മത്തിൽ പെട്ട ഒന്നാണ് കൈവിഷം. ഉപാസനാ ബലമുള്ളതും ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്നതുമായ വ്യക്തി മന്ത്രതന്ത്ര പ്രയോഗങ്ങളാൽ പ്രത്യേകമായ ആഹാര പദാർത്ഥങ്ങളിൽ ചേർത്ത് ചില പച്ചിലമരുന്നുകൾ അരച്ചെടുത്ത് നീര് മന്ത്രതന്ത്ര കർമ്മ പ്രയോഗങ്ങളാൽ രഹസ്യമായി ആഹാരത്തിൽ കലർത്തിയും ഒരാളുടെ ശരീരത്തിൽ കടത്തിവിടുന്നതിനെയാണ് കൈവിഷം തീണ്ടുക എന്ന് പറയുന്നത്. അപ്പം പല വിധത്തിലുള്ള കൈവിഷങ്ങളുണ്ട്. അതിൽ പ്രധാനം മലപിണ്ഡം, രക്തപിണ്ഡം. മലപിണ്ഡം എന്നാൽ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയോ പാനീയങ്ങളിലൂടെയോ ശരീരത്തിൽ എത്തുന്നത് എന്നർത്ഥം. രക്തപിണ്ഡം എന്നാൽ ആഭിചാര കർമ്മത്തിലൂടെ എത്തുന്നത്. പല അഭിചാര പ്രയോഗങ്ങളിലും കൈവിഷം മാത്രം കാണിക്കും. മലപിണ്ഡം മാത്രം ഛർദിച്ച് കളയാം. പലപ്പോഴും കൈവിഷം ഛർദിച്ച് കളഞ്ഞിട്ടും പോകാത്തത് അത് രക്തത്തിൽ ഉള്ളത് കൊണ്ടാണ്. കൈവിഷം പ്രശ്നത്തിൽ കണ്ടാൽ എങ്ങനെ, ഏത് എന്ന് പരിശോധിക്കണം. ആഭിചാരത്തിൽ വന്നതാണെങ്കിൽ അത് ആഭിചാര ദോഷം മാറ്റി പഞ്ചഗവ്യാകൃതം പോലുള്ള മരുന്ന് നിശ്ചിത ദിവസം വ്രതമെടുത്ത് കഴിക്കണം. ജാതകത്തിൽ 6-ാം ഭാവാധിപന്റെ ബലം വിചിന്തനം ചെയ്യുക വഴി ശത്രുദോഷം, അതുപോലെ രാഹുവിൻ്റെയും കുളികൻ്റെയും സ്ഥിതി കൊണ്ട് കൈവിഷദോഷം എന്നിവ കണ്ടറിയാം. ശത്രുനാശം ലക്ഷ്യമാക്കി മന്ത്രജപം വഴി സിദ്ധി വരുത്തിയ മരുന്നുകളാണ് കൈവിഷം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധുനിക യുഗത്തിൽ ഇത്തരം കർമ്മങ്ങളുടെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടി നൽകപ്പെടുന്ന മരുന്ന് കൂട്ടുകളുടെ ശക്തി കണക്കിലെടുക്കുമ്പോൾ ഇത്തരം പ്രയോഗങ്ങളാൽ വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സങ്കല്പം തികച്ചും നിരർത്ഥകമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ കൈവിഷം ഉള്ളിൽ ചെല്ലുന്ന ഒരു വ്യക്തിയെ സ്വഭാവത്തിൽ വ്യത്യാസവും
ദേഷ്യം, എടുത്തുചാട്ടം, രോഗാവസ്ഥ, മാനസികമായി തളരുക, മുഖത്ത് വിളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതായി കാണാം. ഇത്തരത്തിലുള്ള അവസ്ഥകൾ അനുഭവത്തിൽ ഉള്ള വ്യക്തി ഉത്തമനായ ജ്യോതിഷികളെ കണ്ട് തൻ്റെ ശരീരത്തിൽ കൈവിഷം ഏറ്റിട്ടുണ്ടോ എന്ന്, ഏത് രീതിയിലാണ് കൈവിഷം ഏറ്റതെന്നും, എന്തിനാണ് കൈവിഷം ഏറ്റതെന്നും, എത്ര നാളത്തെ പഴക്കമുള്ള കൈവിഷമാണെന്നും ചോദിച്ചറിഞ്ഞ് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. മിത്രേ പുത്രേ അസ്തമേവാഷ്ടമേവ മാന്തോവ അഹോ തിഷ്ഠതി ചേളഭുക്തിയ തത്രസ്തേ ചാരീശ്വരേ അരിപ്രയുക്ത വിജ്ഞാതവ്യാസ്യനചേൽ ദൈവയോഗാൽ എന്നാണ് കൈവശത്തിന് പ്രമാണം പറയുന്നത്. അതായത് 4-ലോ 5-ലോ 7-ലോ 8-ലോ ഗുളികനോ രാഹുവോ നിൽക്കുമ്പോൾ കൈവിഷഭോജനം ഉണ്ടാകുന്നു. 6-ാം ഭാവാധിപൻ അവിടെ നിന്നാൽ അത് ശത്രുമൂലം പ്രയോഗിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദൈവഗത്യ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 6-ാം ഭാവാധിപന്റെ സ്ഥിതി കൂടി ഉണ്ടെങ്കിൽ ശത്രുക്കൾ മനഃപൂർവ്വം കൊടുത്തതാണെന്നും പറയണം. മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ രാഹുവും ഗുളികനും കൂടി ഒന്നിച്ചു ചേർന്നു നിന്നാൽ മാത്രം കൈവിഷ യോഗം പറഞ്ഞാൽ മതി എന്നും പക്ഷാന്തരമുണ്ട്. ആരൂഢം ചിങ്ങരാശിയാകുമ്പോൾ വിഷം, എരിവ് രസമുള്ള വെറ്റില മുതലായവകളിലും, കുജക്ഷേത്രമാകുമ്പോൾ അത് നെയ്യിലും, ബുധക്ഷേത്രമാകുമ്പോൾ മദ്യത്തിലും, ശുക്രക്ഷേത്രമാകുമ്പോൾ തൈരിലും പാലിലും, വ്യാഴക്ഷേത്രമാകുമ്പോൾ പാലിലോ പഴത്തിലോ, ശനിക്ഷേത്രം ആകുമ്പോൾ അപ്പം മുതലായവയിലും, ചന്ദ്രക്ഷേത്രമായാൽ ഉപ്പുരസമുള്ള വസ്തുക്കളിലോ ദ്രാവകത്തിലോ കലർത്തി നൽകപ്പെട്ടിട്ടുണ്ടെന്നും പ്രശ്നവശാൽ അറിയാൻ കഴിയുന്നതാണ്. ലഗ്നാധിപനും 6-ാം ഭാവാധിപനും തമ്മിൽ ബന്ധമുണ്ടായാൽ കൈവിഷം നൽകിയത് കൊല്ലുവാൻ വേണ്ടിയാണ്. ലഗ്നാധിപനും 7-ാം ഭാവാധിപനും തമ്മിൽ ബന്ധമുണ്ടായാൽ കൈവിഷം കൊടുത്തത് വശീകരിക്കാനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമുക്ക്. ഒന്നാമതായി പറയുന്നത് ഉറക്കക്കുറവ്, അധികം ആരോടും സംസാരിക്കാതിരിക്കുക, കാര്യകാരണങ്ങൾ ഇല്ലാതെ ദേഷ്യപ്പെടുക, ശരീരത്തിൽ കഫം വർദ്ധിക്കുക, മുഖത്തിന് കരുവാളിപ്പ് ഉണ്ടാവുക, ശക്തമായ തലവേദന, വയറുവേദന എന്നിവ ഉണ്ടാവുക, ചെയ്യുന്ന തൊഴിലിനോട് താല്പര്യമില്ലാതിരിക്കുക, അനാവശ്യമായ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുക, ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, വയറിനുള്ളിൽ എന്തോ ഉരുണ്ടുകയറുന്നത് പോലെയുള്ള അവസ്ഥ, ശരീരത്തിലുണ്ടാകുന്ന മരവിപ്പ്, രക്തം ദുഷിച്ച ശരീരത്തിൽ അലർജി പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുക മുതലായവ കൈവിഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിനുള്ള പൊതുപരിഹാരങ്ങൾ പറയാം. ഔഷധ പ്രയോഗങ്ങളാൽ വന്നുചേരുന്ന പ്രശ്നങ്ങൾ ആകയാൽ ഔഷധം തന്നെയാണ് ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമാർഗം.
ഏതു തരം ഔഷധപ്രയോഗങ്ങളാലും ശമിക്കാത്ത ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക ചാഞ്ചല്യവും എന്നിവ കണ്ടാൽ ഇത്തരം ബാധകൾ ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നീലകണ്ഠനായ ശിവഭഗവാന്റെ ഭജനവും നീലകണ്ഠ ത്രയക്ഷര മന്ത്രവും ജപവുമാണ് ഈ ബാധയ്ക്ക് പ്രധാന പരിഹാരം. നീലകണ്ഠ ത്രയക്ഷര മന്ത്ര സിദ്ധി വരുത്തിയ പഞ്ചഗവ്യം വിധിപ്രകാരം സേവിക്കുക വഴി ദോഷശമനമുണ്ടാകും. പഞ്ചഗവ്യാകൃതം നെയ്യ് മന്ത്രസിദ്ധിയുള്ള ബ്രാഹ്മണരെ കൊണ്ടോ ശിവക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ കൊടുത്ത് നീലകണ്ഠ ത്രയക്ഷര മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ടോ ജപിച്ച് പൂജിച്ച് വാങ്ങി രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. ആയുർവേദത്തിൽ ഇതിന് കൈവിഷ പരിഹാര ഗുളിക എന്ന് പറയുന്ന ഒരു ഔഷധം ഉണ്ട്. അതും വേണമെങ്കിൽ കഴിക്കാം. ഇനി പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ: ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രം കൈവിഷബാധ ഉപശാന്തിക്ക് കേൾവികേട്ട ക്ഷേത്രമാണ്. പ്രസ്തുത ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്കൊപ്പം ലഭിക്കുന്ന ഔഷധം സേവിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണ വഴിയിൽ കൈവിഷം ബാധയുള്ളവർ ഛർദിച്ച് കൈവിഷം പൂർണ്ണമായും പുറത്തു പോകും. ക്ഷേത്രത്തിലെ തന്നെ നിവേദ്യം ഭക്ഷിച്ച് മടങ്ങിപ്പോവുകയും വേണം. മീനമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചാണ് അവിടെ ഉത്സവം. ആറാട്ട് ദിവസമായ തിരുവാതിര നാളിൽ ക്ഷേത്രത്തിൽ നിന്നും പച്ചമരുന്ന് കൊടുക്കാറില്ല. അടുത്തതായി സന്ദർശിക്കേണ്ട ക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആലക്കോട് പാതയിൽ 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം. ശിവരാത്രിയും ധനുവിലെ തിരുവാതിരയും പ്രധാന ഉത്സവകാലങ്ങൾ. മലയാള മാസം 6-ാം തീയതി ഞായറാഴ്ചയായി വരുന്ന ദിനങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളവയാണ്. ധാരയാണ് പ്രധാന വഴിപാട്. ഉപദേവതകൾ ഗണപതി, ഭഗവതി, അയ്യപ്പൻ മുതലായവരാണ്. ഇനി മരുന്നുകൾക്ക് പുറമെ രക്ഷായന്ത്രങ്ങളായി പറയുന്നത് മഹിഷാസുരമർദ്ദിനി യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കുക. പിന്നെ സന്ധ്യാനാമം ജപം, നീലകണ്ഠ ത്രയക്ഷരി, ശ്രീ നീലകണ്ഠ ധ്യാനം മുതലായവ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. എങ്കിൽ കൂടിയും പ്രധാനമായിട്ട് ഔഷധ സേവ തന്നെയാണ് ഫലത്തിൽ കാണുന്നതും. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ കൈവിഷ ദോഷങ്ങളെല്ലാം ഒഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ വീഡിയോകളും കാണണം. ലൈക്ക് അടിക്കണം. തുടർന്നും ജ്യോതിഷ ആചാര്യ അനുഷ്ഠാന വിധികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കും. എല്ലാം കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.